This program brought to you by ABC, Chamanur International Jewellery, Maulavi Travels and Recruiting Agent Private Limited, Emmanuel Silks, Nalapad Furniture, City Cycle, Aqua Glasses, Real Laptop and Computers. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ജില്ലകളിലെ പര്യടനത്തിൽ അവസാനത്തെ ജില്ലയാണിത്. ഇവിടെ 13 ജില്ലയിലും കണ്ട അനുഭവം ജനങ്ങൾ വലിയ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് എന്നതാണ്. അത് തൊട്ടറിയാൻ കഴിയും വിധമായിരുന്നു ഈ പരിപാടികൾ. വലിയ തോതിലുള്ള LDFന് അനുകൂലമായ ജനവികാരം എല്ലാ ജില്ലകളിലും ഉയർന്നു വന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 5 വർഷം മുൻപ് നേടിയതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം LDF നേടുമെന്നാണ്. ഇതിൽ എല്ലായിടവും തെക്കൻ കേരള ആയാലും മധ്യ കേരള ആയാലും വടക്കൻ കേരള ആയാലും എല്ലായിടവും ഒരുപോലെ LDF മുന്നേറ്റമുണ്ടാക്കുക. മറ്റൊരു പ്രത്യേകത, എല്ലാ ജനവിഭാഗങ്ങളിലും വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് LDFനുള്ളത്. പ്രായഭേദമന്യേ കുഞ്ഞുങ്ങൾ മുതൽ സീനിയർ സിറ്റിസൺ വരെ LDFനെ വലിയ തോതിൽ അനുകൂലിക്കുന്ന പ്രകടനപരമായ നിലപാട് തന്നെയാണ് എടുത്തു പോകുന്നത്. മറ്റൊരു പ്രത്യേകത, 5 കൊല്ലം മുൻപ് BJP നേമത്ത് അക്കൗണ്ട് തുറന്നു. അത് ഇത്തവണ ഞങ്ങൾ ക്ലോസ് ചെയ്യും. BJPയുടെ വോട്ട് വിഹിതവും ഇത്തവണ താഴേക്ക് പോകും. അപ്പോൾ 5 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയിട്ടുള്ളത്. പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നാം ഇന്നത്തതിനേക്കാളും ബഹുദൂരം മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും നമ്മൾ ജനങ്ങളുടെ ഒരുമയും ഐക്യവും നിലനിർത്തി നേരിട്ട് ലോക മാതൃകയായി തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ഭയപ്പെടുകയാണ്. അപ്പോൾ ചില മാധ്യമങ്ങളും അതിന് തയ്യാറാകുന്നില്ല. 5 വർഷം മുൻപത്തെ കേരളവുമായി ഇപ്പോഴത്തെ കേരളം താരതമ്യപ്പെടുത്തിയാൽ അത് തങ്ങൾക്ക് വലിയ ജാള്യതയാവും എന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. അതുകൊണ്ട് അവർ വികസനത്തെ ഏതെല്ലാം തരത്തിൽ മറച്ചു വെക്കാൻ കഴിയും എന്നാണ് നോക്കുന്നത്. അതിനു പകരം ഏതൊക്കെ വികാരം
ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഇതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് വിവാദക്കാരുമായി പ്രതിപക്ഷം മാറിയിരിക്കുകയാണ്. സാമ്പത്തിക തകർച്ചയും കോവിഡ് മഹാമാരിയും രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാനോ ഒരു മൈക്ക് വർക്ക് ചെയ്തില്ലേ? ചിലപ്പോൾ ഒരു ശബ്ദമില്ലാത്ത സാധാരണ നിലക്ക് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാനും ലഘൂകരിക്കാനും ഉള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള അജണ്ടയാണ് നടപ്പാക്കുന്നത്. ഇത് RSSൻ്റെ അജണ്ടയാണ്. അതുമായാണ് BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. ജനാധിപത്യവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭരണഘടന തകർക്കാനുള്ള നീക്കവും ഇതോടൊപ്പം നടക്കുകയാണ്. സാധാരണഗതിയിൽ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യതയാണ് സർക്കാരിനുള്ളത്. എന്നാൽ അതോടൊപ്പം RSSൻ്റെ ആക്രമണോത്സുകതയായ വർഗീയതയെ പ്രതിരോധിക്കലും ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും ഇതൊന്നും നിറവേറ്റുന്നില്ല. ഇവിടെ കോൺഗ്രസ് BJPക്കൊപ്പം ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാനാണ്, LDFനെ ആക്രമിക്കാനാണ് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി കോവിഡ് വാക്സിനേഷൻ പൂർത്തിയായാൽ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രിമാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നിലപാട്, കേരള സർക്കാരിൻ്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇവരാവർത്തിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നിലപാടും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അതൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ളത് തന്നെയാണ്. മതം അടിസ്ഥാനമാക്കി പൗരത്വം നിർണ്ണയിക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ്. ജനങ്ങളുടെ ഐക്യമാണ് ഏത് രാഷ്ട്രത്തിൻ്റെയും ശക്തി. ആ ഐക്യം തകർക്കാനുള്ള ഏത് നീക്കത്തെയും LDF ശക്തമായി എതിർക്കും. ഇത് രാജ്യത്തിൻ്റെ ഭാവിയെ കരുതിയുള്ള നിലപാടാണ്. ഇപ്പോൾ UPയിൽ കന്യാസ്ത്രീകൾ ട്രെയിനിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ല, അത് ആരോപണം മാത്രമാണ് എന്ന് പറഞ്ഞത് കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലാണ്. അതെല്ലാവരും കേട്ടതാണല്ലോ. കന്യാസ്ത്രീകളുടെ യാത്രാരേഖകൾ പരിശോധിച്ച് വിട്ടയക്കുക മാത്രമാണ് ചെയ്തത് എന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി. മാത്രമല്ല, ABVP പ്രവർത്തകർ ആക്രമിച്ചു എന്നത് കേരള മുഖ്യമന്ത്രിയുടെയും കേരള സർക്കാരിൻ്റെയും ആരോപണം മാത്രമാണ് പോലും. സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ള അവകാശത്തിന്
ഭരണഘടനയുടെ സംരക്ഷണമുള്ള രാജ്യത്താണ് കന്യാസ്ത്രീകളാണ് എന്ന ഒറ്റ കാരണത്താൽ ആക്രമണത്തിനിരയാകുന്നത്. ആ കാടത്തത്തെ സംഘപരിവാർ കൊണ്ടു നടക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ BJPയുടെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി തന്നെ ഒരു മടിയുമില്ലാതെ രംഗത്തെത്തി പച്ചക്കള്ളം പറയുകയാണ്. ഇവിടെ സംഘപരിവാറിൻ്റെ മനോഭാവം ഓർക്കുന്നത് നല്ലതാണ്. കുറച്ച് മുൻപായിരുന്നല്ലോ ഇതേപോലെ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്ന 4 സഹോദരങ്ങൾ ഡൽഹിയിൽ ആക്രമിക്കപ്പെട്ടത്. അവർ റംസാൻ കാലമായിരുന്നു, നോമ്പ് തുറക്കാൻ പോകുന്നതാണ്, വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ മുസ്ലിമാണെന്ന് മനസ്സിലാക്കി സംഘപരിവാറുകാർ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു. അതിൽ ഇളയവനെ ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുകയും ചെയ്തു, അയാളെ കൊലപ്പെടുത്തി. ആ സംഭവം രാജ്യമാസകലം പ്രതിഷേധമുണ്ടാക്കി. എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരും എതിർത്തു. സംഘപരിവാറിന് വല്ല മാറ്റമുണ്ടോ? സംഘപരിവാർ അതേ മനോഭാവം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ കന്യാസ്ത്രീയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു. ഭാഗ്യത്തിന് കൊല നടന്നില്ല എന്ന് മാത്രം. എന്നാൽ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നതിന് പീയൂഷ് ഗോയലിനെ പോലെ ഒരു മന്ത്രി തന്നെ രംഗത്തും വരികയാണ്. ഇതാണ് നാം കാണേണ്ടത്. ഈ RSS അജണ്ട നടപ്പാക്കുന്ന കേന്ദ്ര ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾക്കും ജനാധിപത്യവാദികൾക്കും രക്ഷയില്ല എന്ന അതിൻ്റെ തെളിവാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. നടന്ന ആക്രമണത്തെ അപലപിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്തിനാണ് കന്യാസ്ത്രീകളെ അധിക്ഷേപിക്കുന്ന നില സംഘപരിവാർ ഇവിടെ ABVPക്കാരാണ് അവർ സ്വീകരിച്ചത്? എന്തിനാണ് അവരെ തടഞ്ഞു വെച്ചത്? എന്തിനാണ് മതം മാറ്റത്തിന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ആ കന്യാസ്ത്രീകളെ അടക്കം പോലീസിലേൽപ്പിച്ചത്? പോലീസ് സ്റ്റേഷനിൽ കുറേ സമയം അവരെ തടങ്കലിൽ വെച്ചല്ലോ. അപ്പോൾ നിയമം കയ്യിലെടുത്ത് നാടിൻ്റെ മതമൈത്രി തകർക്കാൻ ശ്രമിക്കുന്നു. അത് പോരാഞ്ഞിട്ട് അക്രമികളെ വെള്ളപൂശിയാണോ ഒരു കേന്ദ്രമന്ത്രി ചെയ്യേണ്ടത്? ഇപ്പോൾ നേരത്തെ ബീഫിൻ്റെ പേരിലുണ്ടായിരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ശേഷം ഇപ്പോഴത് മറ്റു തരത്തിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നെന്നല്ലേ കാണുന്നത്. ഏതായാലും മതനിരപേക്ഷ ശക്തികൾ അതിനെ ചെറുത്തുപോകും. കേരളം ആ ചെറുത്തുനിൽപ്പിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാകും. ഇവിടെ ഇടതുപക്ഷ വിരോധവും അധികാരത്തോടുള്ള ആർത്തിയും കൊണ്ട് സ്ഥലജലഭ്രമം ബാധിച്ച പ്രതിപക്ഷമാണ് ഉള്ളത്. അതുകൊണ്ട് അവർ RSS എന്ന പേര് ഉച്ചരിക്കാൻ പോലും ഭയപ്പെടുകയാണ്. RSSൻ്റെ വോട്ട് വേണ്ടെന്ന് പറയുമെന്ന ചോദ്യത്തിന് വല്ലാതെ മുട്ടുപറക്കുന്ന UDF നേതൃത്വത്തെയാണ്
കേരളത്തിൽ കാണാൻ കഴിയുന്നത്. സംഘപരിവാറിനോട് ചേർന്ന് കേരളത്തെ ദ്രോഹിക്കാൻ നടന്ന ചരിത്രമാണ് UDFിൻ്റേത്. അതിപ്പോഴും തുടരുകയാണ്. ഈ ഘട്ടത്തിൽ UDFും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന BJPയും സാധാരണഗതിയിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചില മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ 5 വർഷം മുൻപുള്ളതുപോലെയാണോ കേരളത്തിലെ ആശുപത്രികളിപ്പോൾ? നമ്മുടെ സ്കൂളുകൾ 5 വർഷം മുൻപുള്ളതുപോലെയാണോ? പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണോ ഇപ്പോൾ നാട്ടിലുള്ളത്? അഴിമതിയുടെ പാലാരിവട്ടം പാലങ്ങൾക്ക് പകരം ഉറപ്പുള്ള പാലങ്ങൾ ഉയർന്നു വന്നില്ലേ? പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അത് പൂർണ്ണമായി ഒഴിവാക്കാനായില്ലേ? ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയുണ്ടോ? 1600 രൂപയാക്കി ഏപ്രിൽ മാസത്തെ അടക്കം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത്. അങ്ങനെ കുടിശ്ശിക രഹിതമാവുന്നത് തടയാനല്ലേ ഇവർ ശ്രമിച്ചത്? പട്ടയ വിതരണം റെക്കോർഡിലെത്തിയില്ലേ? ലൈഫിലൂടെ 2.5 ലക്ഷത്തിലധികം പേർക്ക് കിടപ്പാടം ലഭിച്ചില്ലേ? 5 വർഷം മുൻപ് ഉപേക്ഷിച്ചു പോയിടത്താണോ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇപ്പോൾ ഉള്ളത്? നേരത്തെ നിലച്ചുപോയ എടമൺ കൊച്ചി പവർ ഹൈവേ അതാ നിലച്ച അവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്? സ്ഥലം ഏറ്റെടുക്കാനാകാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണോ ദേശീയപാത വികസനമുള്ളത്? ഇതിന് ഏതിനെങ്കിലും സത്യസന്ധമായ ഉത്തരം പറയാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ? ഈ വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്ത് തന്നെ അവർ ഭയപ്പെടുക. ഏറ്റവും ഒടുവിലായി പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേട്ടത് 4 സ്കൂൾ കെട്ടിടം പണിയുന്നതാണോ വികസനമെന്നാണ്. വികസനത്തെപ്പറ്റി അദ്ദേഹം എന്താ മനസ്സിലാക്കിയെന്നറിയില്ല. വികസനത്തിൻ്റെ സ്വാദ് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും അറിയണം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന പുരോഗതി ഏത് കുഗ്രാമത്തിലുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കടക്കം ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ്. അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഏത് പാവപ്പെട്ട കുട്ടിക്കും വലിയ സമ്പന്നരുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന അതേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കും. അത് നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ജനങ്ങളെ ആകെ ഒന്നായി കാണുക. സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസം ഇത്തരം കാര്യങ്ങളിൽ ഇല്ലാതാക്കുക. ഇവിടെ UDFിൻ്റെ കാലം സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന കാലമായിരുന്നു. കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിൻ്റെ കാലമായിരുന്നു. 5 ലക്ഷത്തോളം കുട്ടികളാണ് 2016 UDFിൻ്റെ 5 വർഷം അവസാനിക്കുമ്പോൾ കൊഴിഞ്ഞുപോയത്. അത്രയും കുട്ടികളുടെ കുറവുണ്ടായി. ഇപ്പോഴോ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം വലിയ തോതിൽ ഹൈടെക് ആവുകയും ക്ലാസ് മുറികൾ
സ്മാർട്ടാവുകയും ലോകോത്തര നിലവാരത്തിലേക്ക് മാറുകയും ചെയ്തപ്പോൾ ഈ കാലയളവിൽ 6,80,000 കുട്ടികളാണ് പുതുതായി ചേർന്നത്. അപ്പോൾ ഇതൊക്കെ UDFൻ്റെ അതേ രീതിയിൽ പ്രവർത്തിച്ച് പൊതുവിദ്യാലയങ്ങൾ പൂട്ടിപ്പോകണമായിരുന്നു എന്നാണോ പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ചത് എന്നറിയില്ല. ഇവിടെ ഓൺലൈൻ ക്ലാസ് സംവിധാനം കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ കൂടി വന്നു. പക്ഷേ സർക്കാരിനാകാവുന്നതൊക്കെ ചെയ്യുന്ന നിലയാണ് ആ കാര്യത്തിലെടുത്തത് എന്ന് നാട് തിരിച്ചറിയുന്നു. SSLC ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ ഫലപ്രദമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതിപക്ഷം നോക്കിയിരുന്നത്. SSLC +2 പരീക്ഷകൾ നടത്തിയാൽ തടയുമെന്ന് വരെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. മാത്രമല്ല ഇതൊക്കെ ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന നിലയും സ്വീകരിച്ചു. പരീക്ഷ നടത്തുന്നത് ഭ്രാന്തിൻ്റെ ലക്ഷണമാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തുണ്ടായി? പരീക്ഷയൊക്കെ നിശ്ചയിച്ച പോലെ നടന്നില്ലേ? ആ കുട്ടികളെല്ലാം ഉപരിപഠനത്തിന് അർഹരായി അധ്യയന വർഷം നഷ്ടമാകാതെ പഠിക്കുകയല്ലേ? ആ കുട്ടികളും രക്ഷിതാക്കളുമെല്ലാം ആശങ്കയാകുന്നതിൻ്റെ ആഹ്ലാദത്തിലല്ലേ? 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയ 4.5 ലക്ഷത്തോളം കുട്ടികളോട് എന്ത് പ്രതിബദ്ധതയായിരുന്നു പ്രതിപക്ഷത്തിനുണ്ടായത്? കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പഠന പ്രവർത്തനങ്ങളിൽ സജീവമായി നിലനിർത്തുന്നതിലും അവർക്ക് പഠന പിന്തുണ നൽകുന്നതിലും കേരളത്തിൻ്റെ സ്ഥാനം അതുല്യമാണ് എന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ വാർത്തയാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഇതെല്ലാം ആളുകൾ മറന്നുപോയി എന്ന് കരുതരുത്. എല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്, അവരോർത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര നുണ പ്രചരിപ്പിച്ചാലും അല്പായുസുള്ള വിവാദങ്ങൾ എത്ര ഉയർത്തിയാലും നിങ്ങളും ഞങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുകയാണ്. അത് ജനങ്ങളാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് നൽകേണ്ട മറുപടി ജനങ്ങൾ കൃത്യമായി നൽകുകയും ചെയ്യും. രാഷ്ട്രീയ ദുരാഗ്രഹങ്ങൾ കൊണ്ട് അന്ധത ബാധിച്ചതുകൊണ്ടാണ് അരി വിതരണം തടയാൻ പോലും ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും അരിയോ പലവ്യഞ്ജനമോ മരുന്നോ ചികിത്സയോ അത്തരം കാര്യങ്ങളൊന്നും വോട്ട് കിട്ടാനുള്ള ആയുധമാക്കിയിട്ടില്ല. ജനങ്ങളോടുള്ള കടമ നിറവേറ്റുന്നു. ഇത് കാണേണ്ടത് നേരത്തെയും പറഞ്ഞ കാര്യമാണ്. ജനങ്ങൾക്കുള്ള അവകാശമാണ്, ജനങ്ങൾക്കൊരു സൗജന്യം നൽകുകയല്ല. ആ അവകാശം ലഭ്യമാകുന്നു എന്നതേ കാണേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നില നാട് മറന്നിട്ടില്ലല്ലോ. കോവിഡ് മറന്നാലും വേണ്ടില്ല, നിയന്ത്രണങ്ങൾ ലംഘിക്കും എന്ന് പറഞ്ഞത് ആരായിരുന്നു എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പ്രളയകാലത്ത് കേരളത്തിന് സഹായം മുടക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നത് ജനം കണ്ടതല്ലേ. സർക്കാരിനെ തോൽപ്പിക്കാൻ കോവിഡ് പരത്താൻ നോക്കുക,
പ്രളയത്തിൽ തകർന്ന നാടിന് ആരും സഹായം നൽകരുത് എന്ന് വാശിയോടെ നിലപാടെടുക്കുക. ഇതിനൊക്കെ മറുപടി ലഭിക്കും. ആ മറുപടി ലഭിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കർസേവയ്ക്ക് വെള്ളവും വെളിച്ചവും നൽകാനല്ലേ UDF വല്ലാതെ പാടുപെടുന്നത്. വർഗീയതയുടെ മൊത്ത കച്ചവടം BJP ഏറ്റെടുത്തപ്പോൾ റീറ്റെയിൽ വ്യാപാരികളായിട്ടല്ലേ UDF മാറുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് UDFും BJPയും മിണ്ടാത്തത്? അവർക്ക് വികാരമുയർത്തുന്നതിലാണ് താല്പര്യം. അതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങൾ കേരള തലത്തിലുള്ള ഒരു പ്രത്യേക യോജിപ്പിനുള്ള നീക്കം കോൺഗ്രസും ലീഗും UDFും BJPയും തമ്മിലുണ്ടാക്കുന്ന രഹസ്യധാരണ. പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ള ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇതേവരെ ശക്തമായി ഉയർന്നു വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് 30 4-ാം തീയതി വൈകുന്നേരത്തോടെ പരസ്യ പ്രചരണം അവസാനിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് തന്നെ യഥാർത്ഥത്തിൽ ഒരാഴ്ച ഇനിയുള്ളൂ. അപ്പോൾ 5 ദിവസമേ പരസ്യ പ്രചാരണത്തിനുള്ളൂ. ഇതിനിടയിൽ ജനഹിതം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ അക്രമങ്ങൾ, അപവാദ പ്രചരണങ്ങൾ അതൊക്കെ നടത്താൻ ലക്ഷ്യമിടുന്നതിൻ്റെ ചില സൂചനകൾ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ UDFനെ എല്ലാ നിലയും വിട്ട് പിന്താങ്ങുന്ന ചില മാധ്യമങ്ങളുണ്ടല്ലോ. അതിലൊരു പ്രമുഖ മാധ്യമം അതിനുവേണ്ടി അന്തം വിട്ട കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോതമംഗലത്ത് LDF സ്ഥാനാർത്ഥിക്ക് നേരെ നടന്ന ആക്രമണവും മറ്റൊരു ഉദാഹരണമാണ്. ഇതോടൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ പലതരം കുതന്ത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. സാമൂഹ്യവിരുദ്ധ ശക്തികൾ മാത്രമല്ല, സർക്കാർ പരിരക്ഷയുള്ള അന്വേഷക പരിവേഷമുള്ളവരുടെയും ഭാഗത്തു നിന്നും ഇതിനൊക്കെ അനുകൂലമായ നീക്കങ്ങളുണ്ടായേക്കാം. അപ്പോൾ ചിലത് സൃഷ്ടിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവികാരം ഇനിയുള്ള ദിവസങ്ങളിൽ അട്ടിമറിക്കും എന്നൊരു വീമ്പ് പറച്ചൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾ കരുതിയിരിക്കണമെന്നാണ് LDF പ്രവർത്തകരോടും ജനങ്ങളോടാകെയും അഭ്യർത്ഥിക്കുന്നത്. വലിയ തോതിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം ഉണ്ടായേക്കാം. അപ്പോൾ പ്രകോപനങ്ങളിൽ വീണുപോകാതെ സംയമനത്തോടെ ജാഗ്രത പാലിച്ച് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ എല്ലാവരും തയ്യാറാവണം. നവകേരള നിർമ്മിതിയുടെ പുതിയൊരു ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. അതിന് നുണ പ്രചരിപ്പിച്ച്, കെട്ടിച്ചമച്ച കഥകൾ പ്രചരിപ്പിച്ച്, ചില വ്യക്തികളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് വ്യക്തിഹത്യ നടത്തി, അങ്ങനെയൊന്നും പൊതുവികാരം അട്ടിമറിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ
കേരളത്തെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തും എന്ന വാഗ്ദത്തമാണ് LDF പ്രകടന പത്രികയിലൂടെ നൽകിയിട്ടുള്ളത്. ഒരു നവകേരള സൃഷ്ടി, ലോകോത്തര നിലവാരമുള്ള നവകേരളം സൃഷ്ടിക്കുക. അത്തരത്തിൽ നിലപാട് സ്വീകരിച്ച LDFനോടൊപ്പം നിൽക്കുന്ന വികാരമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്. അത് തെളിയിക്കുന്ന ജനവിധിയാണ് കേരളത്തിൽ ഉണ്ടാവുക. അതാണ് ഇതേവരെയുള്ള എല്ലാ പ്രചാരണ യോഗങ്ങളിലും കണ്ട ജനവികാരം. ഇതിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരികയാണ്. ഒരു കടുംവെട്ടിൻ്റെ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ കേരളത്തിന് മനസ്സില്ല എന്ന് ഏപ്രിൽ 6 ജനങ്ങൾ പ്രഖ്യാപിക്കുന്ന നിലയാണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഇതിൽ LDFന് അനുകൂലമായ ജനവികാരം വളരെ ശക്തമായി പ്രകടമാണ്. കാരണം ഈ പൊതുവേദികളിൽ കാണുന്നത് സാധാരണ സംഘാടകർക്ക് ഒരു പ്രതീക്ഷയുണ്ടല്ലോ യോഗത്തെപ്പറ്റി. പക്ഷേ ആ വേദി പോരാ. സ്റ്റേജല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ സദസ്സിനുള്ള സ്ഥലം അത് മതിയാകാതെ വരികയാണ്. അപ്പോൾ ചില സ്ഥലത്ത് ഇനി ഇങ്ങോട്ട് ആൾ കടക്കല്ലേ എന്ന് അനൗൺസ് ചെയ്യുകയാണ്, അവരതിന് പുറത്ത് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയ ജനപ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ വളരെ വിപുലമായിരിക്കുന്നു എന്നാണ് കാണുന്നത്. നേരത്തെ ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം വലിയൊരു ജനസഞ്ചയം അണിചേരുകയാണ്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി LDFന് നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നത് തന്നെയാണ് നില. പിന്നെ മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം തീരുമാനിക്കുന്ന ഒന്നാണ്. സെൻസസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ, സെൻസസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ നിലപാടെടുത്തിട്ടുണ്ട്. ആ സെൻസസുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് രാജ്യത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിനാവശ്യമായ എല്ലാ സഹകരണവും കൊടുക്കും. എന്നാൽ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ഒരു സഹകരണവും ഉണ്ടാവില്ല എന്നത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞത്. നേരത്തെ എൻ്റെ സംസാരത്തിലും അതുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിവിടെ നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡീറ്റൻഷൻ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോൾ അവർ തുടങ്ങാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന ഡീറ്റൻഷൻ സെൻറ്റർ ഇപ്പോൾ ഒരു ജനവിഭാഗത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. ശരി, അത് ആ ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് തന്നെ. എന്നാൽ എല്ലാവരും കാണേണ്ട കാര്യം ഇതേതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രം ഒതുങ്ങി നിൽക്കില്ല. തങ്ങൾക്ക് അപ്രിയമായിട്ട് ആരെയൊക്കെ തോന്നുന്നോ അവരൊക്കെ ആ ക്യാമ്പിൽ എത്തപ്പെടുന്ന അവസ്ഥ വരും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ നില തന്നെ മാറിപ്പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനെല്ലാവരും ശക്തമായി എതിർക്കുകയാണ്. ഇവിടെ ഏതായാലും അത്തരത്തിലുള്ള ഒരു കാര്യവും നടക്കില്ല. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വീണ്ടും ആവർത്തിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. ആഴക്കടൽ മത്സ്യബന്ധന കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. അതിപ്പോഴല്ല, പണ്ടേ വ്യക്തമാണ്. ആഴക്കടൽ മത്സ്യബന്ധനം നമ്മുടെ വിദേശ കമ്പനികൾക്ക് അനുവദിച്ചത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലത്താണ്. അന്ന് അതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തിയിരുന്നു. ഇവിടെ LDFും ഉയർത്തിയിരുന്നു. പിന്നീട് വന്ന ഐക്യമുന്നണി സർക്കാരാണ് ആ കാര്യത്തിലൊരു മാറ്റം കൊണ്ടുവന്നത്. എന്നാൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയാണ് BJPക്കും ഈ കാര്യത്തിലുള്ളത്. ഇവിടെ LDF സർക്കാർ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കമ്പനികളെയോ വിദേശ ട്രോളറുകളെയോ അനുവദിക്കില്ല എന്ന നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്.
ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ സമീപനം എന്ത് എന്നുള്ളത് സംസ്ഥാനം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് പരസ്യമാണ്. അതിനനുസൃതമായ നിലപാട് മാത്രമേ എടുത്തിട്ടുള്ളൂ. സ്വർണ്ണക്കടത്ത് പേടിയെത്തി. ആരായിരുന്നു സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അവരെ ആരെങ്കിലും ഇതേവരെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയോ? ഇവിടെ സ്വർണം വന്നിട്ട് ആരെ കയ്യിലാണ് എത്തിയത്? അത് ഉപയോഗിച്ച ആളെ ഇതേവരെ കണ്ടെത്തിയോ? എന്താണ് ആ അന്വേഷണത്തിൻ്റെ മറവിൽ നടന്നത്? ആ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു BJPയുടെ പ്രധാനിയാണ് എന്തുകൊണ്ട് അയാളിലേക്ക് അന്വേഷണം എത്തുന്നു? BJPയുടെ പ്രധാനിയായതുകൊണ്ടല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുള്ളതുകൊണ്ട്. അതേവരെ അന്വേഷണം നിരീക്ഷിക്കുന്ന ആർക്കും കാണാം അന്വേഷണം കൃത്യമായിട്ടാണ് പോയത്. ആ അന്വേഷണത്തിൽ ചില അപ്രിയ സത്യങ്ങൾ പുറത്തു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനികളുടെ പേര് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു. നിന്നില്ലേ? അന്വേഷണത്തിൻ്റെ ഗതി അവിടെ അവസാനിച്ചല്ലോ. അവിടുന്ന് ട്രാക്ക് മാറിയല്ലോ. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ പറയുന്ന വ്യക്തിയെ വിളിച്ച് ചോദ്യം ചെയ്തയാളെ രാഖ് രാമാനം സ്ഥലം മാറ്റിയില്ലേ? പിന്നെ അന്വേഷണത്തിൻ്റെ ഗതി മാറിയില്ലേ? പിന്നീട് രാഷ്ട്രീയമായി കാര്യങ്ങൾ നീക്കാൻ പുറപ്പെട്ട് തങ്ങളെ ആരെങ്കിലും ഇതിനകത്ത് പെടും എന്ന് വന്നാൽ ഒരു അന്വേഷണത്തിൻ്റെ ഗതി തിരിച്ചുവിടുകയാണോ വേണ്ടത്? അപ്പോൾ ഇതൊക്കെ നാടിൻ്റെ മുന്നിലുള്ള അനുഭവങ്ങളല്ലേ. അതിൽ മുഖ്യമന്ത്രിയെ ജനങ്ങളൊന്നും കുറ്റം കാണുന്നില്ല, അങ്ങനെ കാണേണ്ടതില്ല. ഇത് ഈ പറഞ്ഞ സംഭവവും വളരെ ഖേദകരമായൊരു സംഭവമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമായൊരു സംഭവമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മുന്നണികൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രകടനങ്ങൾ മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ നടത്തും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ പാടില്ല. ഇതൊരു ഗർഭിണി പെട്ടെന്ന് ആശുപത്രിയിൽ എത്തേണ്ട കാര്യമാണ്. അത് അവർ പറയുന്നത് തടഞ്ഞവരോട്. എന്നിട്ടും ആ ഭർത്താവിനെ ആക്രമിച്ചു എന്നാണ് വാർത്ത കണ്ടത്. അതൊക്കെ ഒരു കാലത്തും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കും. അതേസമയം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ ഇത്തരം ആളുകൾ അവരുടെ പ്രസ്ഥാനങ്ങൾ ബോധപൂർവം സ്വീകരിക്കുകയും വേണം. എന്നെ പറഞ്ഞല്ലോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ആ പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക എന്നുള്ളതൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലയല്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തെ എതിർക്കേണ്ട കാര്യങ്ങളിൽ ഞങ്ങൾ എതിർക്കുന്ന നിലയെടുക്കും. മറ്റു തരത്തിലൊന്നും ഞങ്ങൾ സാധാരണ സ്വീകരിക്കാറില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇവിടുത്തെ ക്രമസമാധാന നില ഏറ്റവും ഭദ്രമാണ് എന്നുള്ളതാണ്. ആ ക്രമസമാധാന നില ഭദ്രമാക്കുന്നതിന് സുത്യർഹമായ പങ്ക് വഹിച്ചത് പോലീസാണ്. ഈ രാജ്യത്തിൻ്റെ പോലീസ് സംവിധാനം ആകെ പരിശോധിച്ചുകൊണ്ട് ഈ അടുത്ത നാളാണ് നമ്മുടെ ഒരു പ്രമുഖ മാധ്യമം ഇന്ത്യ ടുഡേ പോലീസിംഗ് ഏറ്റവും ഫലപ്രദമായി നല്ല രീതിയിൽ നടക്കുന്നത് കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ 1 എന്ന് കേരള പോലീസിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവാർഡ് കൊടുക്കുന്ന നിലയുണ്ടായിരുന്നു. ഇതാണ് പൊതുവിൽ രാജ്യത്തുള്ള നില. പോലീസിൻ്റെ പൊതുവായ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അവർ നടത്തുന്ന അന്വേഷണ മികവ്, പല കേസുകളും തെളിയിച്ച അവസ്ഥ, അതൊക്കെ എല്ലാവരും വാഴ്ത്തുന്ന കാര്യമാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസ് നടത്തിപ്പ്, അതിലും കേരള പോലീസ് മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ജനമൈത്രി പോലീസ് നേരത്തെയുണ്ട്, അത് വ്യാപകമാക്കി, എല്ലായിടങ്ങളിലും ജനമൈത്രി പോലീസായി. പക്ഷേ ഏറ്റവും വലിയ സേവന തൽപരരായ ഒരു കൂട്ടരായി പോലീസ് മാറിയില്ലേ? ഈ ദുരന്തകാലത്ത് നമ്മൾ എന്താണ് കണ്ടത്? അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് വലിയ തോതിൽ സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞ ഒരു ഫോഴ്സാണ്. എന്നാൽ അതിനകത്ത് ഒറ്റപ്പെട്ട തെറ്റായ സംഭവങ്ങൾ, ഏതെങ്കിലും കസ്റ്റഡി മർദ്ദനമോ കസ്റ്റഡിയിൽ കൊലയോ അങ്ങനെയോ മറ്റോ നടന്നാൽ അതിന് വിട്ടുവീഴ്ചയില്ല. വലിയൊരു ഫോഴ്സ് ആരെങ്കിലും തെറ്റായി പ്രവർത്തിച്ചാൽ അവർക്കെതിരെ കർക്കശമായ നിലപാടാണ് എടുത്തു പോകുന്നത്. കസ്റ്റഡിയിൽ വെച്ച് ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടു എന്നൊരു പ്രശ്നം വന്നാൽ അതിൽ പോലീസ് അന്വേഷണം തന്നെ വേണ്ട നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അത് വെച്ച്
കേരളത്തിലെ പോലീസിൻ്റെ മികവിനെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. നല്ല രീതിയിൽ പോലീസ് പ്രവർത്തിച്ചു പോവുകയാണ്. ക്രമസമാധാന നില ഏറ്റവും ഭദ്രമായുമാണ് നിൽക്കുന്നത്. ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇപ്പോൾ നിങ്ങളിപ്പം എല്ലാവരും മാസ്ക് ധരിച്ചാണ്ടോ നിൽക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ മാസ്ക് താഴ്ത്തിയിട്ടുണ്ടെന്നുള്ളത് പറയാം. എന്നാൽ എല്ലാ ആളും, ആ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആൾ, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ എല്ലാവരും മാസ്ക് ധരിച്ചാണുള്ളത്. അപ്പോൾ കോവിഡിനെ പറ്റി നല്ല ബോധ്യത്തോടെ തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള കരുതലോടെ തന്നെയാണ്. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കോവിഡ് വ്യാപിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. അത് തടയുന്നതിനുള്ള കർക്കശമായ നിലപാട് വ്യക്തിപരമായി എല്ലാവരും സ്വീകരിച്ചു പോകണം, സമൂഹവും സ്വീകരിക്കണം. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. This program brought to you by ABC Chamanur International Jewellery, Maulavi Travels and Recruiting Agent Private Limited, Emmanuel Silks, Nalapad Furniture, City Cycle, Aqua Glasses, Real Laptop and Computers.